കാർലോസ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ജീപ്പ് ഇത് തന്നെയാണ് സർ. ഒന്നുകിൽ അവൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വല്ല ആക്സിഡന്റും. നോനോ, ആദ്യം പറഞ്ഞതിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഈ പോലീസ് ജീപ്പ് അവനെങ്ങനെ കിട്ടി? ഇത് റിസർവ് ക്യാമ്പിലെ ജീപ്പ് തന്നെയാണല്ലോ, ഉറപ്പല്ലേ? അതെ സാർ, കഴിഞ്ഞ ആഴ്ച ഓപ്ഷനിൽ വിറ്റ ജീപ്പായത്. യെസ്. ഈ ജീപ്പ് ലേലത്തിൽ പിടിച്ചത് ആരാണ്? ഇവനാണ് സാറേ പുള്ളി. പോലീസിലെ ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുന്നവൻ. തുരുമ്പ് ചുമ്മാ. ഈ തുരുമ്പ് ഒരു തുമ്പാവും സാർ. ചുമ്മാറിന്റെ തുമ്പിൽ പിടിച്ച് ചുമ്മാ ഒന്ന് ഞെരടിയാൽ തുരുമ്പും ക്ലാവ് ഇളകി ചെമ്പ് പുറത്തു വരും. വേണ്ട വേണ്ട, ഇവനുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധമില്ല സാറേ. ഈ പാട്ടയ്ക്ക് 50,000 തരാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ IG ജെയിംസ് ചർച്ചിലാണെന്ന് പറഞ്ഞപ്പോ എടുത്തങ്ങ് കൊടുത്തു. അതെ സാർ. എവിടെ വെച്ചാ ഈ ജീപ്പ് അയാൾക്ക് കൈമാറിയത്? ആണ്ടിക്കടയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവിടെ ജീപ്പാട്ടി എന്നപ്പോ കാശുമായിട്ട് ഇയാളുണ്ട്. ആണ്ടിക്കടവിൽ തന്നെ കൊണ്ടുചെല്ലണമെന്ന് പറയാൻ കാരണം? എനിക്കറിയത്തില്ല സാറേ. താമസം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അക്കരെയാണെന്നാ പറഞ്ഞേ. അൻവർ സർ, എവിടെയാണ് ഈ ആണ്ടിക്കടവ്? ഇത് വലിയ ആൾസഞ്ചാരമില്ലാത്ത കടവാണ് സാർ. ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് പോയി? സാർ, കാർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോ അക്കരെ കോലി തൊഴാൻ പോയ ആരുടെങ്കിലും ആയിരിക്കും. ഇക്കരെ നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് അക്കരെ ചാടുന്നതല്ലേ സാർ നല്ലത്? ഹേയ് വേണ്ട കർത്താവേ, നമ്മൾ ഇക്കരെ തന്നെ നിന്നാണ്. നമുക്ക് വേണ്ടതെല്ലാം ഇക്കരയ്ക്ക് ഒഴുകി ഒഴുകി വരും. സ്റ്റേ മാധവി. പണ്ടൊരു LLB കയ്യിലുള്ളതുകൊണ്ട് എല്ലൊരെണ്ണം കൂടുതലായിരുന്നു. പിന്നെ കോടതി ഇടപെട്ട് അവളുടെ സന്നദ്ധ എടുത്തു കളഞ്ഞു. ബട്ട് ഹൈലി ഇൻഫ്ലേമബിൾ. തൊട്ടാ പൊള്ളും. ഇപ്പൊ ടൂറിസം കമ്മിറ്റി കിടന്ന് സിറ്റി കൂടെ തേരാപാര കപ്പൽ ഓടിക്കുക. ഓടിച്ചോടിച്ച് ഹൗസ് ബോട്ട് 3 എണ്ണം സ്വന്തമാക്കി. ഓ, കൊക്കോക്കോള കുടിച്ചോണ്ടാ വരുന്നത്. ഞങ്ങളൊന്ന് മുട്ടിക്കോട്ടെ സാർ. ചെല്. ഇത്താത്തെ അനിയത്തിപ്രാവുകൾ ഇവിടെ പോയിരുന്നു. ഓ, അക്കരെ കുളിച്ചു തൊഴാൻ പോയതായിരിക്കും അല്ലേ? അയ്യോ, ഞങ്ങൾ അക്കരെ തൊഴാൻ പോയെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? മോന്തയിലെ പ്രസാദം കണ്ടാ പോരെ മാധവി? ആരായിരുന്നു ഇന്നത്തെ ദേവൻ? എടോ, ആളെ മനസ്സിലാക്കാതെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ കാക്കി ചുളുങ്ങും. തനിക്കെന്നെ പവർ അറിയില്ല. പൊടിയേരി മോളെ, അവളൊരു പവർ വരയ്ക്കുന്നോടി. ആർക്ക് പൂജിക്കാൻ കൊണ്ടുപോയതാടി ഈ പൂക്കളെ? ഭക്തർക്ക് പ്രസാദമായി കൊക്കക്കോള തരുന്ന ദൈവം ആരാണ് മാധവി? ഇവന്റെ നെഞ്ചത്താണോ നീ കെട്ടുവള്ളം കെട്ടിയിരിക്കുന്നത്? യെസ്. നോ, ഇയാളല്ല. യെസ്, ടേക്ക് ഇറ്റ്. हाँ सेठ जी, क्या खबर है? मैं कार्लोस बोल रहा हूँ. हाँ बोलो. मैं वापस आ रहा हूँ. इधर का काम खत्म हो गया. Come on. अरे सेठ जी, मेरे बात तो सुनो ना.
സർ, നിയമവിരുദ്ധമായിട്ടാണ് അവനെ ഞങ്ങൾ സാറിനെ കാണിക്കുന്നത്. പണിക്കർ സാറിന്റെ ഓൺ റിസ്കിൽ ഒരു സീൻ ഉണ്ടാക്കരുതേ. അവനെവിടെ? കാർലോസ്. മതി. ഇതാണ് കാർലോസ്, കാളിയാറച്ചന്റെ നെഞ്ചിൽ വാടക കത്തി താഴ്ത്തിയവൻ. എടാ ദ്രോഹി, എടാ നിന്നോടൊക്കെ എന്റെ കുഞ്ഞെന്ത് ദ്രോഹമാടാ ചെയ്തത്? നിന്നെ വിട്ട് അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് ആരാ? എനിക്കവനെ വേണം. പറയടാ, പറ, ആരാ നിന്റെ പിന്നിൽ? വിട്, വിട്. സർ, ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇവന്റെ ഉത്തരങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ പണിക്കരെ? എന്റെ നഷ്ടം ഇല്ല. ഈ ഭൂമിയിൽ എന്നെ പോലെ ശപിക്കപ്പെട്ടവനായിട്ട് ആരുമില്ല പണിക്കരെ. എനിക്കിനി ആരുണ്ട്? സാർ വരണം. ബോംബെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാരാ? മോനായി, എന്തിന്? ഇവിടെ ഇത്തിരി വേലയുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, എന്തൊക്കെയായിരുന്നു ആ ഇത്തിരി വേലകൾ? രാജു എന്നൊരു പഴയ ഗുണ്ടയും പിന്നെ ഒരു കന്യാസ്ത്രീ കൊച്ചിനെയും തീർത്തു തരണമെന്ന് മോനായി എന്നോട് ബോംബെ വന്ന് പറഞ്ഞു. എന്ത് ആപത്ത് വന്നാലും രക്ഷിച്ചോളാന്നും പറഞ്ഞപ്പോ ഞാൻ അവന്റെ കൂടെ കയറി ഇങ്ങ് പോന്നു. വക്കീൽ സിസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിരുന്ന രാജുവിനെ പാപ്പി കാണിച്ചു തന്നെങ്കിലും എനിക്ക് മുമ്പേ ആരോ അവനെ കൊന്ന് ക്വാറി കൊണ്ടുപോയി ഇട്ടിരുന്നു സാറേ. കന്യാസ്ത്രീ ആയതുകൊണ്ട് അവരെ കയ്യിൽ ഒത്തു കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. ആ ദിവസങ്ങളിലൊന്നും കന്യാസ്ത്രീ പെണ്ണ് മടത്തിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ടാ പാപ്പിയേയും കൂട്ടി മടത്തി തന്നെ കയറി കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. എന്താ തങ്കി ഈ പാതിരയ്ക്ക് വിശന്നോ?
സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ നിന്ന് കിട്ടിയ വിരലടയാളം നിന്റേതല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ അത് ആരുടെ കയ്യാ? എനിക്കറിയില്ല. ആരാണ് ആ ആത്മഹത്യാക്കുറിപ്പ് നിന്റെ കയ്യിൽ തന്നത്? മോനായിയാണ് തന്നത്. ഉം? അൻവർ, മോനായി, നിങ്ങളാണോ സിസ്റ്റർ അമലയുടെ ആത്മഹത്യാക്കുറിപ്പ് ടൈപ്പ് ചെയ്ത് കാർലോസിന്റെ കയ്യിൽ കൊടുത്തത്? അല്ല സർ, അവൻ എന്നോട് പറഞ്ഞ അവൻ തന്നെ എല്ലാം ചെയ്തെന്നാണ്. ആ, താങ്ക് യു. കേട്ടല്ലോ കാർലോസ് പുണ്യാളൻ. ഒന്നും പുറത്ത് പറയില്ലെന്നുറപ്പിൽ, ഒറ്റിക്കൊടുക്കില്ലെന്ന ധാരണയിൽ സിസ്റ്റർ അമലയെ കൊല്ലാൻ ആ രാത്രി നീ കൂട്ടിന് പോയത് ആരുടെ കൂടെ? നിന്നെ കൊണ്ട് പറയിക്കാവുന്ന ഞാൻ നോക്കട്ടെ. ഇവൻ പറയില്ല കർത്ത. മൂലമറ്റം പവർ സ്റ്റേഷനിലും മുഴുവൻ പവർ ഇടിച്ചു കയറ്റിയാലും ഇവൻ സത്യം പറയില്ല. പക്ഷേ കാർലോസ് പോലും അറിയാതെ കാർലോസിൽ നിന്ന് തന്നെ സത്യം മുഴുവൻ ഞങ്ങൾ ചോർത്തിയെടുക്കും. തൽക്കാലം ഇദ്ദേഹത്തിന് ഒരു പായ വിരിച്ചു കൊടുക്ക് സബ് ജയിലിൽ. പണിക്കർ തോക്കരുത്. ഡിപ്പാർട്ട്മെന്റ് തോറ്റെഴുതിത്തള്ളിയ 100 കേസ് കെട്ടുകളിൽ മറ്റൊരു പഴങ്കടലാസായി ചെതറിച്ചു പോകരുത് എന്റെ കാളിയാറച്ചന്റെ ചോരപ്പാടുകൾ. ഇല്ല സർ, ഒരിക്കലും ഇതുണ്ടാവില്ല. തന്റെ ജയം കാണാൻ ഞാൻ ഉണ്ടാവില്ലടോ. ആയുസിനെ അധികമില്ലെന്ന് അകത്ത് നിന്ന് ആരും മന്ത്രിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി. സ്റ്റോപ്പ് ജോക്കിംഗ് സർ. എല്ലാ തീക്കണ്ണുകളും ഇപ്പൊ എന്റെ നേർക്കാടൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ജമാൽ, പത്രോ സാറിന് ഉടനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റണം. സാറിന് ചുറ്റും എപ്പോഴും നമ്മുടെ ആളുകൾ ഉണ്ടാവും. പത്രോ സാറിന് മാത്രമല്ല, ഈ വാർണിംഗ് നമുക്കും ബാധകമാണ് സർ. യെസ്, ഇനിയും നമ്മുടെ കാക്കയിൽ ചോരപ്പാടുകൾ വീഴും. നമ്മൾ അടുത്തെത്തിയെന്ന് ആരൊക്കെയോ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരുങ്ങിക്കോ. നിനക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഞാനാടാ കാർലോസ്. എവിടെ നിന്നാണെന്നോ? നിന്റെയൊക്കെ പാവങ്ങൾ ഏറ്റുവാങ്ങി തൂക്കുകാരന്റെ ചോട്ടിൽ നിൽക്കുവാടാ. നീയും നിന്റെ അച്ചായനും എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ നടന്നൊക്കെ തുറന്നു പറയാൻ എനിക്ക് 1 മിനിറ്റ് മതി. തുറക്കാം. (9846050010) കർത്താവേ, ട്രേസ് ദിസ് നമ്പർ. വാതിൽ ലോക്കഡാണ് സർ. അകത്ത് ആരുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, കം ഓൺ, ലെറ്റ് us go.
പട്ടാപ്പകൽ വെടിയും പൊട്ടിച്ച് പൂട്ട് പൊളിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് കടന്നിട്ട് ഇവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവള് പൊട്ടിയായിരിക്കും. പൊട്ടിയായിരിക്കും എന്ന്. പൊട്ടന്മാരെ പോലീസിലെടുക്കോ? പോലീസിന്റെ പൊട്ട കളിപ്പിക്കുന്നോടി. ഞങ്ങളെ മുട്ടി വിളിച്ചപ്പോ തന്നെ കാത് കാഞ്ഞിരവട്ടത്ത് കൊടുത്തിട്ട് പോയിരുന്നു. പാടി സ്റ്റീഫനോടെ. സ്റ്റീഫൻ സാർ ഇവിടെ ഇല്ല. എവിടെ പോയി? കാലത്ത് വെളിയിൽ പോയതാ. കാലത്ത് വിളിക്ക് പോയി. പാടി സ്റ്റീഫനോടെ. എനിക്ക് അറിയത്തില്ല സാറേ. പക്ഷെ ഞങ്ങൾക്കറിയണം. എനിക്കറിയില്ല സാറേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ ആ സുവിശേഷ വായനക്കാരിയല്ലേടി? ജമാലേ. സർ. അൻവറെ, രണ്ടും ഒരമ്മ പെറ്റ മക്കളാണ്. ഇറ്റ് ലുക്ക് സിമിലർ സർ. ഇതിങ്ങനെ ഉമ്മ ഒന്നാണെങ്കിൽ പിന്നെ വാപ്പ സ്റ്റീഫൻ തന്നെ ആയിരിക്കില്ലേ? ആവണമല്ലോ ജമാലേ. നീയും സ്റ്റീഫനും തമ്മിൽ? ഞാനും സ്റ്റീഫൻ സാറും തമ്മിൽ നാറുന്ന ബന്ധമാണെങ്കിൽ നീ പറയണ്ട. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി ക്ലാരറ്റ് എന്തിനാ മടത്തിപ്പോയി കിടന്നത്? ക്ലാരിനെറ്റ് ഊതിക്കാണിക്കാനുള്ള കാര്യം പറയടി. പറയടി. പരിപ്പിലുള്ള കറിയാച്ച മുതലാളിക്ക് ഏനക്കേട് വന്നപ്പോ ഞങ്ങളെ വായിക്കാനായി വിളിപ്പിച്ചു. എങ്ങനെ? അവിടെ വായിച്ചോണ്ട് നിൽക്കുമ്പോഴാ സ്റ്റീഫൻ സാർ എന്നോട് വന്ന് പറഞ്ഞത്, കൂട്ടാത്തികളെ കൂട്ടി നീ ഇന്ന് രാത്രി മഠത്തിലേക്ക് ചെല്ലണോന്ന്. എന്തിന്? അന്ന് രാത്രി 2 മണിയാവുമ്പോ മഠത്തിന്റെ ഗേറ്റ് തുറന്നു വെക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞു. ഓഹോ, എന്നിട്ട്? എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ മദറിന്റെ മുറി കയറി ഗേറ്റിന്റെ താക്കോല് ഞാൻ എടുത്തു. പട്ടികളെ അയച്ചു വിട്ടിട്ടുണ്ടോ? അവറ്റകളെ ഇന്ന് തുറന്നു വിട്ടിട്ടില്ല. നീ ഇവിടെ നിൽക്കണ്ട, അതൊക്കെ കയറിപ്പോയിക്കോ. 3 മണിയാകുമ്പോ വന്ന് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിക്കോണം. എന്നിട്ട് രക്ഷപ്പെട്ട് നാളെ വീട്ടിലേക്ക് വന്നേക്ക്. സ്റ്റീഫൻ സാറിന്റെ കൂടെ ആ രാത്രി വന്നത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. പൂട്ട് തുറന്നു കൊടുത്ത കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ എവിടെയൊക്കെ പൂട്ട് തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം. അൻവർ സർ. ഒരു വലിയ പൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞു. യഥാർത്ഥ കൊലയാളി അന്ന് സ്റ്റീഫന്റെ കൂടെ വന്നവനാണ്. സ്റ്റീഫൻ അയാളുടെ ഒരു ഹെൽപ്പർ മാത്രം. കാളിയാറച്ചന്റെ കൊലപാതകത്തിന് ശേഷം സ്റ്റീഫന്റെ ബോസ് മാമച്ചനാണ് സാർ. മാമച്ചന്റെ കൈയും നാവും ഒക്കെ ഇപ്പൊ സ്റ്റീഫനാണ് സാർ. അതിപ്പോഴെന്നല്ല, മുമ്പ് അവൻ തന്നെ ആയിക്കൂടെ സർ? ഹലോ. യെസ് സർ. അത് ശരി, ഗുഡ് ന്യൂസ്. ഓക്കെ സർ, താങ്ക് യു. IGP മാമല മാമച്ചന് ഷെവലിയാർ പട്ടം കിട്ടിയിരിക്കുന്നു. ഗ്രിഗറി മാലാഖയുടെ പടത്തലവൻ, സത്യവിശ്വാസ സംരക്ഷകൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം സമാധാനം.